ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാനിത് ദോശമാവൊന്നും ഉപയോഗിച്ചിട്ടല്ല കേട്ടോ ചെയ്തിരിക്കുന്നത്. അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പണ്ട് കാലത്ത് നമുക്ക് ചായക്കടയിൽ നിന്ന് കിട്ടിയിരുന്ന അതേ തരത്തിലുള്ള ഒരു പഴംപൊരിയാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തന്നെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഈ 3 പൊടികളും ഇതുപോലെ കറക്റ്റായിട്ട് പ്രൊപ്പോർഷനിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത പഴമാണ് അല്ലെങ്കിൽ നല്ല മധുരമുള്ള പഴമാണെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. മധുരം കുറവുള്ള പഴമാണെങ്കിൽ നിങ്ങൾ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് ആണ് ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഞാൻ ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോഴത്തെ ഞാനിവിടെ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഏകദേശം ദോശമാവ് ഇരിക്കുന്ന ആ ഒരു രീതിയിൽ കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വലിയ പഴമാണെങ്കിലും ചെറിയ പഴമാണെങ്കിലും ഒരു 3ഓ 4ഓ ആയിട്ട് തിന്നായിട്ട് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിതിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്ലൈസ് പഴങ്ങളും എടുത്തിട്ട് ബൗളിൽ മുക്കിയതിന് ശേഷം കണ്ടോ, ഇതുപോലെ എക്സ്ട്രാ വരുന്ന ഈ മാവെല്ലാം ആ ബൗളിലേക്ക് തന്നെ വരുത്തിയിടുക. എന്നിട്ട് വേണം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ മാവിൽ മുക്കിയ ഉടനെ തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പഴംപൊരിയുടെ ചുറ്റും ഒരു റൗണ്ട് പോലെ ഇങ്ങനെ ആയിട്ടിരിക്കുക, ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടില്ല. അപ്പോൾ എക്സ്ട്രാ വരുന്ന ആ ബാറ്ററെല്ലാം ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. അപ്പം ഒന്ന് നല്ലതുപോലെ ഈ ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. നമുക്കിനി അടുത്ത സൈഡിലേക്കൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് തിരിച്ച് മറിച്ച് വിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന രീതിയിൽ നമുക്കിത് കോരിയെടുത്ത് മാറ്റാം. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആയി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഇതെല്ലാം എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയിരിക്കുന്ന എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത മാവ് എന്ന് പറയുന്നത് ഒരു 5 വലിയ നേന്ത്രപ്പഴത്തിന് പറ്റിയിട്ടുള്ള ഒരു മാവാണ് കേട്ടോ. അതിന് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ഒരു 5 വലിയ നേന്ത്രപ്പഴത്തിന്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക്